ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റിയായി കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ 1.5 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു കീ കെട്ടണം. അപ്പോൾ അതിനായി ഒരു നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി കഷ്ണത്തിലേക്ക് 1.5 ടീസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ബേ ലീഫ്, ഒരു 3 ഏലക്ക പൊളിച്ചിട്ട് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കരുത്, ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 3-4 കറുകപ്പട്ടേൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കീ കെട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കീ ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം കടല വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ രുചി കൂട്ടുന്നതിനായിട്ടൊരു മസാല പൗഡർ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല പൗഡർ ചിക്കനും ബീഫിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. 4 ഏലക്ക ചെറിയ കഷ്ണങ്ങളാക്കിയ 4-5 പീസ് കറുവപ്പട്ട, ഒരു 3 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ബേ ലീഫ് ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ 1-2 മിനിറ്റ് മാത്രം ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലം ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടല തുറക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കീ നമുക്ക് ആവശ്യമില്ല, ഇത് ഒഴിവാക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം അതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ സവാള 2 ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മുരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സവാള ഏകദേശം നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട, വെറും ഇഞ്ചി മാത്രം ചതച്ചത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ പൊടിച്ചെടുത്ത മസാല പൗഡർ 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കരുത്, വെറും 2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ ഇത് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നല്ലപോലെ മാറിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ കറി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ തിളച്ച് വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങുന്ന ടൈമിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി കൂടുതൽ ആവശ്യമുള്ളവർ കടല ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലയിലേക്ക് മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റൊക്കെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് കറിയാക്കി ഉണ്ടാക്കുന്നവരാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ 3 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായതും വ്യത്യസ്തമായതുമായ ഒരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നതിലേറെ ടേസ്റ്റ് ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.